രാജ്യതലസ്ഥാനത്ത് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. NDA യോഗം അവസാനിച്ചു. നരേന്ദ്രമോദി ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണും. നേതാക്കൾ മോദിയുടെ വസതിയിൽ നിന്നും മടങ്ങി. രാഷ്ട്രപതിയുടെ വിരുന്നിലും മോദി പങ്കെടുക്കും. വിവരങ്ങളുമായി രുജീഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രുജീഷ്, 8-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടക്കുക എന്നാണ് അറിയുന്നത്. ഏതൊക്കെ നേതാക്കളായിരുന്നു NDA യോഗത്തിൽ പങ്കെടുത്തത്? സ്വാതി, NDAയിലെ നിലവിലെ ഘടകകക്ഷികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, അതോടൊപ്പം ആന്ധ്രയിലെ TDP നേതാവ് ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കൾ, LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും പ്രധാനമായി ഈ രണ്ട് കക്ഷികൾ JDUവും TDPയും തന്നെയാണ്, TDPയും പങ്കെടുത്തത് തന്നെയാണ് ഏറ്റവും നിർണായകമായത്. കാരണം ഈ രണ്ട് കക്ഷികൾക്കുമായി ആകെയുള്ള 28 സീറ്റ് കുറച്ചാൽ കേവല ഭൂരിപക്ഷം പോലും NDAക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ നാടകത്തിന് ഒരു സാധ്യതയുണ്ടോ എന്നുള്ള തരത്തിൽ, വലിയ തരത്തിൽ ഈ NDA യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ ഇരു നേതാക്കളും കൃത്യസമയത്ത് തന്നെ യോഗത്തിനെത്തുന്നതിന് മുൻപ് പാർട്ടി നേതാക്കൾ തീർച്ചയായും NDAക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളും പിന്തുണ കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറി എന്നാണ് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇനിയൊരു സാധ്യത, മറ്റൊരു സർക്കാർ വീഴുന്നതിനുള്ള മറ്റൊരു സാധ്യതയൊന്നും സമയം കൊടുക്കാതെ തന്നെ ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കം. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കാണുകയും പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും രാജിക്കത്തും അതോടൊപ്പം ലോക്സഭ പിരിച്ചുവിട്ടതായിട്ടുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. ഒരു കാവൽ പ്രധാനമന്ത്രിയായി, ഒരു കാവൽ മന്ത്രിസഭയായി നിലവിൽ അടുത്ത സർക്കാർ വരുന്നതുവരെ നിൽക്കണം എന്ന അഭ്യർത്ഥനയാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് തുടരുകയാണ്. ജൂൺ 16-നാണ് ഏറ്റവും ഒടുവിൽ ഈ 17-ാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കം. ഈ 8-ാം തീയതി അനൗദ്യോഗികമായിട്ടാണെങ്കിലും 8-ാം തീയതി ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. 8-ാം തീയതി തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് രാത്രി 8 മണിക്കാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവനിലുള്ള വിരുന്ന് സൽക്കാരം. അതിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ പിന്തുണ കത്ത് രാഷ്ട്രപതിക്ക് എല്ലാ നേതാക്കളുമായി ഒരുമിച്ച് തന്നെ ഒരു പിന്തുണ കത്ത് അറിയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ആ അനിശ്ചിതത്വത്തിന് അവസാനമാവുകയാണ്. മൂന്നാം മോദി സർക്കാർ തന്നെ വരും എന്ന് ഏകദേശം ഉറപ്പായി. പക്ഷേ മറ്റ് രണ്ട് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ മൂന്നാം സർക്കാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം രണ്ട് സർക്കാരുകൾക്കും BJPക്ക് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. NDA സർക്കാർ എന്ന് പറയുമ്പോഴും BJPക്ക് കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 282 ആണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 303 സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPയുടെ കയ്യിൽ 240 സീറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ പറയുന്നതിനനുസരിച്ച് നീങ്ങുന്ന ഒരു സർക്കാരായി മാറാൻ ഈ മൂന്നാം സർക്കാർ ഉണ്ടായേക്കും എന്ന സൂചനയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് JDUവിനും അതോടൊപ്പം TDPക്കും മന്ത്രിസഭയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകും എന്ന ഉറപ്പ് ഈ യോഗത്തിൽ നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 4 ക്യാബിനറ്റ് മന്ത്രിമാരെയെങ്കിലും JDUവിന് BJPക്ക് നൽകേണ്ടി വരും. രാംവിലാസ് പാസ്വാന്റെ LJPക്ക് ചിരാഗ് പാസ്വാൻ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. ചിരാഗ് പാസ്വാൻ അറിയിച്ചത് ഒരു ക്യാബിനറ്റ് മന്ത്രിയെയും അതോടൊപ്പം ഒരു സഹമന്ത്രിയെയും 5 MPമാരുള്ള ആ പാർട്ടിക്ക് LJPക്ക് നൽകും എന്ന് ഉറപ്പ് കിട്ടി എന്നാണ് പൊതുവിൽ അവരിൽ നിന്നും വരുന്ന വിവരങ്ങൾ. അങ്ങനെ ഈ ഘടകകക്ഷികൾക്ക് കൃത്യമായി തന്നെ ഈ ചോദിക്കുന്ന ഒരു വിലപേശലിന് BJPക്ക് വഴങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് ഈ യോഗം കഴിയുമ്പോഴും വ്യക്തമാകുന്നത്. എന്തായാലും 8-ാം തീയതി പുതിയ സർക്കാർ അധികാരത്തിലേറും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് തുടരുന്നത്. രാഷ്ട്രപതി ഭവനിലും 9-ാം തീയതി വരെ സന്ദർശകർക്ക് വിലക്കുണ്ട്. 8-ാം തീയതി തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറും. പക്ഷേ ഇതൊരു നിറംകെട്ട വിജയമായാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നരേന്ദ്രമോദി അടക്കം വാരാണസിയിൽ ജയിച്ചത് 6.7 ലക്ഷം വോട്ടിന് നേരത്തെ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ 1.5 ലക്ഷത്തോളം വോട്ടിന് മാത്രം ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് BJP പോയി. ഉത്തർപ്രദേശിൽ BJP പിന്നിലായി. SP-ക്കാണ് അവിടെ കൂടുതൽ സീറ്റുകൾ. അങ്ങനെ BJPക്ക് പല തരത്തിലും ദേശീയ തലത്തിൽ തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിലാണ് മൂന്നാം മോദി സർക്കാർ വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. രുജീഷ്, അതേപോലെ തന്നെ NDA യോഗം ചേരുമ്പോൾ അതേ സമയത്ത് തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരുമെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ യോഗം ചേർന്നോ അല്ലെങ്കിൽ ആ യോഗം ഇനി ചേരുമോ? അതിൽ ഏതൊക്കെ നേതാക്കളായിരിക്കും പങ്കെടുക്കുക? അത്തരം വിവരങ്ങളുണ്ടോ?
ഇപ്പോൾ ആ യോഗത്തിലേക്ക് നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. യോഗത്തിലേക്ക് നേതാക്കൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങും. എന്തായാലും അതൊരു മറ്റൊരു സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലേക്കല്ല ആ യോഗം പോവുക എന്ന് ഉറപ്പാണ്. കാരണം ജയറാം രമേശിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ 2019 നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അടക്കം ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഇനി TDPയോ അല്ലെങ്കിൽ JDUവിനെ കൊണ്ടുവന്ന ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കമൊന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഒരു മികച്ച പ്രതിപക്ഷമായി കൊണ്ടുപോകണം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ. ഇനി എല്ലാ തരത്തിലും ഈ BJP സർക്കാരിനെ NDA സർക്കാർ വരുമ്പോൾ മികച്ച പ്രതിപക്ഷമായി പാർലമെൻറ്റിലും പുറത്തും നിലനിൽക്കേണ്ട ആവശ്യം അത് ഒരു നയമായി രൂപീകരിക്കുന്ന ചർച്ചയായിരിക്കും ഇന്ന് പ്രധാനമായും ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഈ യോഗത്തിൽ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി ഈ ഇന്ത്യ സഖ്യം ശക്തിയാർജിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് എല്ലാ നേതാക്കളെയും ബോധ്യപ്പെടുത്താനും അത്തരത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ സാഹചര്യം ബോധ്യപ്പെടുത്തുകയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുമിച്ച് നിന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJPയെ താഴെ ഇറക്കാൻ ഇന്ത്യ സഖ്യത്തിനായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന. അത് തുടർന്നും കൊണ്ടുപോകണമെന്ന ഒരു നയരൂപീകരണമായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ ഉണ്ടാവുക. സ്വാതി. ശരി രുചീഷ്.